ഗെയിൽ സിമോൺ അമേരിക്കൻ കോമിക് ഓതറൊക്കെയാണ്, ഫെമിനിസ്റ്റാണ്. സിമോൺ നെയിം ചെയ്തൊരു പ്ലോട്ട് ഡിവൈസ് ഉണ്ട്, ഫ്രിഡ്ജിങ് വിമൺ അല്ലെങ്കിൽ വിമൺ ഇൻ ഫ്രിഡ്ജ് എന്നൊക്കെയാണ് അതിന് പറയുക. അതായത് സ്ത്രീ കഥാപാത്രങ്ങളെ ഒരു വെറും പ്ലോട്ട് ഡിവൈസസ് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സിനിമകൾ. സ്ത്രീകൾക്ക് നേരെ വലിയ അക്രമം ഉണ്ടാവുക, അതിക്രമം ഉണ്ടാവുക, ഇരകളാവുക, എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നായകന്മാരിൽ ഏൽപ്പിക്കുക. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഉണ്ടാവില്ല സിനിമയിലോ കഥയിലോ. പകരം സ്ത്രീകൾ ഇതുപോലുള്ളൊരു പ്ലോട്ട് ഡിവൈസ് ആയിരിക്കും. നായകൻ്റെ റിവെഞ്ചിന്, പ്രതികാരത്തിൻ്റെ ഒരു കീ മാത്രമായിട്ട് സ്ത്രീകളെ നിർത്തുക. ഇതിനാണ് ഫ്രിഡ്ജിങ് വിമൻ അല്ലെങ്കിൽ വിമൻ ഇൻ ഫ്രിഡ്ജ് എന്ന് പറയുക. അൺഫോർച്ചുനേറ്റ്ലി മാരീസണിൽ ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തേയില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഫഹദിൻ്റെ ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആവേശമാണ് അങ്ങനെ അവസാനം കണ്ട ഒരു സിനിമ. അതിനുശേഷം പുഷ്പ കണ്ടു, പക്ഷേ അതൊരു ഫഹദ് സിനിമയല്ലല്ലോ, മറ്റൊരു സിനിമ കാണുന്നത് ഇപ്പോഴാണ്. അപ്പം മാരിസിൻ്റെ ട്രെയിലർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫഹദ് മാത്രമല്ല, തമിഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടറായിട്ടുള്ള വടിവേലു പ്രധാന റോൾ ചെയ്യുന്നൊരു സിനിമ. അപ്പം ഒരു ടീസർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു റോഡ് മൂവിയുടെ ഫീലായിരുന്നു ടീസറിനുള്ളത്. മാത്രമല്ല ഒരു രണ്ട് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെയായിരുന്നു ടീസർ വന്നത്. പിന്നെ പാട്ടുകൾ വന്നു, രസമുള്ള പാട്ടുകളായിരുന്നു യുവൻ ശങ്കർ രാജയുടെ. അത് കഴിഞ്ഞ് ട്രെയിലർ വന്നപ്പം ഇതൊരു സാധാരണ റോഡ് മൂവി മാത്രമല്ല, വേറെ എന്തോ ചില എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു ഇമ്പ്രഷനും കൂടെ തന്നത്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ട്രെയിലറും കൂടിയായിരുന്നു മാരിസൻ്റെ. അങ്ങനെ ആ ഒരു ആവേശത്തിൽ ആണ് മാരിസൺ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൽ ആക്ച്വലി മാരിസൺ ഒരു മലയാള സിനിമയായിട്ടായിരുന്നു ആദ്യം വിഭാവനം ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഈ അടുത്ത് ഹോളിവുഡ് റിപ്പോർട്ടിൽ വന്ന ഇൻ്റർവ്യൂവിൽ മലയാളിയായ സുധീഷ് ശങ്കർ, അദ്ദേഹം മുമ്പ് ചെയ്ത സിനിമ വില്ലാളി വീരൻ എന്ന് പറയുന്ന സിനിമയാണ്. ബട്ട് ഈ സിനിമ അതുപോലുള്ളൊരു സിനിമയല്ല കേട്ടോ. എങ്കിലും വില്ലാളി വീരൻ എന്നുള്ള സിനിമയാണ് സുധീഷ് ശങ്കർ ആദ്യം സംവിധാനം ചെയ്തത്, റൈറ്റർ കൃഷ്ണമൂർത്തി. അപ്പോൾ ഈ സിനിമ ആദ്യം മലയാള സിനിമയായിട്ടാണ് ആദ്യം വിഭാവനം ചെയ്തത്. പക്ഷേ ഒരു റോഡ് മൂവിക്ക് പറ്റുന്നൊരു ജിയോഗ്രഫി കേരളത്തിനില്ല, അല്ലെങ്കിൽ കേരളത്തിന് അത്രയും വലിയൊരു ഒരു റോഡ് മൂവിക്ക് ആപ്റ്റായ ഒരു സ്ഥലമല്ല കേരളം എന്നുള്ളതുകൊണ്ടും, പിന്നെ ഇതിലെ വടിവേലുവിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ മലയാളത്തിൽ അത്ര ആപ്റ്റായിട്ടൊരു ആക്ടറെ കിട്ടിയില്ല എന്നുള്ളതുകൊണ്ടൊക്കെയാണ് അത്രേ ഫഹദും ഈ ടീം ഇത് തമിഴിൽ ചെയ്യാൻ ആലോചിക്കുന്നത്. അങ്ങനെയാണ് വടിവേലുവിനെ പിച്ച് ചെയ്യുന്നത്, ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ രണ്ട് കഥാപാത്രങ്ങൾ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഇംപ്രഷനാണ് നമുക്ക് സിനിമ തുടക്കത്തിലേ തരുന്നത്. അതായത് ഈ സിനിമയെക്കുറിച്ച് തുടർന്ന് സംസാരിക്കണമെങ്കിൽ ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് ചില പരാമർശങ്ങളില്ലാതെ സാധിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഓൾറെഡി ഈ സിനിമയുടെ ഈ ഒരു പ്ലോട്ട് പോയിൻറ്റ്സ് ഒക്കെ തന്നെ വളരെ വിശദമാക്കുന്ന റിവ്യൂസ് പ്രിൻ്റിൽ വന്നു കഴിഞ്ഞു. പല മീഡിയയിലും പല പത്രങ്ങളിലെയും ഓൺലൈൻ വെബ്സൈറ്റുകളിൽ അവിടെ റിവ്യൂസിൽ ഇവരിത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഈ പാതകം ചെയ്യുന്ന ആൾ ഞാനെല്ലാം തോന്നുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി ഭാഗം കാണുക. അപ്പോൾ ഈ സിനിമ ആക്ച്വലി ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു റോഡ് മൂവിയും സെക്കൻഡ് ഹാഫിൽ ഒരു ത്രില്ലറുമായിട്ടാണ് നിൽക്കുന്നത്. രണ്ട് സിനിമയായിട്ട് നമുക്ക് തോന്നും. ഈ സിനിമ ആക്ച്വലി ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് സിനിമകളാണെന്ന് തോന്നുന്ന രീതിയിലാണ്. ഫസ്റ്റ് ഹാഫ് ഒരു റോഡ് മൂവിയുടെ ഒരു മൂഡിൽ ഈ സിനിമ ഇങ്ങനെ ഗ്രോ ചെയ്യാണ്, സ്ലോലി, വളരെ സ്ലോ ആയിട്ട്, നമുക്ക് അല്പം സ്ലഗ്ഗിഷ് ആണെന്ന് തോന്നുന്ന ഒരു പേസിലാണ് സിനിമ പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി വരുന്നതായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്തു വരും. ഡെഫിനറ്റ്ലി അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ചില ആ യാത്രയുടെ ഒരു ഫീലൊക്കെ നമുക്കിങ്ങനെ കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാരക്ടറിലേക്കും റിലേഷൻഷിപ്പിലേക്കും അവരുടെ ജീവിതത്തെക്കുറിച്ച് ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്കൊക്കെ ചെന്ന് കയറാൻ സാധ്യതയുള്ള ഒരു രസമുള്ള ഒരു റോഡ് ട്രിപ്പായിട്ട്, ഒരു റോഡ് മൂവി ആയിട്ട് ഈ സിനിമ ഡെവലപ്പ് ചെയ്ത് എൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് വളരെ നിരാശാജനകമായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് ഈ സിനിമ എത്തുമ്പോൾ ഇത് ഒരു നമ്മൾ കണ്ടു മടുത്ത ഒരു ക്ലീഷേഡായിട്ടുള്ള പ്രത്യേകിച്ച് തമിഴ് സിനിമകളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള, ഈവൻ മലയാള സിനിമകളിൽ മിക്കവാറും ഇന്ത്യൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്ലീഷേഡായിട്ടുള്ള ഒരു ട്രോപ്പിലേക്ക്, നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഈ ഫ്രിഡ്ജിങ് വിമൻ ട്രോപ്പിലേക്ക് ഈ സിനിമ പോവുകയാണ്. അതായത് ഒരു വിജിലാൻറ്റി ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുക, വിജിലാൻറ്റി ജസ്റ്റിസിന് കഥാപാത്രങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന, അത് നമ്മളെ കൊണ്ട് കൈയടിപ്പിക്കാൻ ഒരു സിനിമയായിട്ട് സിനിമ മാറുന്നു. അത് ഒരു തരത്തിലും മാരീസൻ്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനമല്ല. മേ ബി അത് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ആൾക്കാരുണ്ടാവാം. എങ്കിലും പേഴ്സണലി എനിക്കത് ആ സിനിമയുടെ, കാരണം ഒരു ത്രില്ലർ എലമെൻ്റ് വരുമ്പോഴും ആ ത്രില്ലറിൽ നമുക്കൊരു സസ്പെൻസ് ഉണ്ടാവുക, നമ്മളെ ആ ത്രില്ലറിലെ ഈ കഥാപാത്രങ്ങളുടെ മോട്ടീവ് വളരെ സ്ട്രോങ് ആയിരിക്കുക, നമുക്കും ആ മോട്ടീവിൻ്റെ പിന്നാലെ അവർ പോകണം, അല്ലെങ്കിൽ അവർ ആ മോട്ടീവ് നമ്മളെയും കൂടെ എന്താ പറയുക ആ സിനിമയുടെ ഭാഗമാക്കുന്ന തരത്തിലൊന്നും ഈ കഥ ഡെവലപ്പ് ചെയ്യാനും സെക്കൻഡ് ഹാഫിൽ പറ്റിയിട്ടില്ല. കാരണം കണ്ടു മടുത്ത
ഒരു സാധനമാണ്. മാത്രമല്ല ഇതിലെ മെയിൻ ക്യാരക്ടർ, ഇതിൽ ഹീറോ ആയിട്ടുള്ള വടിവേലുവിൻ്റെ ഈ ഒരു മോട്ടീവ് എത്രത്തോളം ഇമോഷണലി വീക്കാണ് എന്നുള്ളതും കൂടെ സിനിമയിൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ചും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ ഒരു പ്രീച്ചി ആയിട്ടുള്ള, അതായത് ഈ നീതിയെക്കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചൊക്കെയുള്ള വളരെ വികലമായ സ്ക്യൂഡായിട്ടുള്ള ഒരു 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 പ്രീച്ച് അല്ലെങ്കിൽ ഒരു പ്രസംഗം രൂപത്തിൽ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് ഇത് മാറുകയാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം വെച്ചാൽ ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിന് എതിരെ എന്താ പറയുക അവെഞ്ച് ചെയ്യുന്ന പുരുഷന്മാർ, അതാണ് ഈ സിനിമയുടെ നമ്മൾ കണ്ടുമടുത്ത ഈ ഫ്രിഡ്ജിങ് വിമൻ ട്രോപ്പാണ് ഈ സിനിമയിലുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ എതിരെ വരുന്ന ട്രോമ അതെങ്ങനെയാണ് അവർ അത് അനുഭവിക്കുന്നത്, എങ്ങനെയാണ് അവർ അതിനോട് പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് അവരതിലൂടെ കടന്നു പോകുന്നത്, എങ്ങനെയാണ് അവർക്കിതിൻ്റെ അകത്ത് അത്തരത്തിലുള്ള ഒരു ഏജൻസിയും ഇല്ല. യൂഷ്വലി എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ ഇല്ല. പകരം ഈ പറയുന്ന പോലെ ഇവരെ ഒരു പ്ലോട്ട് ഡിവൈസ് മാത്രമാണ്. ഈ പറയുന്ന ആണുങ്ങൾക്ക് പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു അവെഞ്ച് നടത്താനോ ഉള്ള ഒരു പ്ലോട്ട് ഡിവൈസ് മാത്രമായിട്ട് ഇത് മാറുകയാണ്. ആൻഡ് യൂഷ്വൽ കോടതി സീൻ, കോടതിയിലുള്ള നായകൻ്റെ ചില പ്രസംഗ രൂപേണയുള്ള പല സംസാരങ്ങൾ, പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീച്ച് ചെയ്യുക, നമ്മൾ ഉപദേശ രൂപേണയുള്ള ചില വർത്തമാനങ്ങൾ, സംഭാഷണങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു വളരെ എന്താ പറയുക, നമ്മൾ ഒട്ടും ആധുനികമല്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു നീതിയുടെ ഒരു ബോധം കൂടെ ഈ സിനിമ മുന്നോട്ടേക്ക് വെക്കുകയാണ്. അത് ശരിയാണ് എന്നുള്ള രൂപത്തിലാണ് വെക്കുന്നത്. എന്നിട്ട് അതിനെ സ്ത്രീകളെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്ന സീനുകളും ആ സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഡ്രാമ, ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു വൺ ലൈനർ കിട്ടിയിട്ട് അതിനെ ഒരു ഗംഭീര സിനിമയാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് തുടക്കത്തിൽ ഉണ്ടായിട്ടും അതെങ്ങനെയാണ് അതുമായിട്ടൊരു ബന്ധമില്ലാത്ത സിനിമയായിട്ട് മാറിയത് എന്നുള്ള ഒരു അത്ഭുതമാണ് എനിക്ക് ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സിനിമയെ ആ അർത്ഥത്തിൽ ആലോചിക്കാതെ ഈ പറഞ്ഞ പോലെ കണ്ടു മടുത്തൊരു ക്ലീഷയിൽ കൊണ്ട് ചെന്ന് അവസാനിപ്പിക്കാൻ റൈറ്റർക്കും ഡയറക്ടർക്കും തോന്നിയത് എന്നുള്ളതാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ ഫീലിംഗ്. മേ ബി ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സിനിമ പടം ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മാരീസൻ ആ അർത്ഥത്തിൽ ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാരീസൻ ക്യാരി ചെയ്യുന്നത് രണ്ട് നല്ല ആക്ടേഴ്സാണ്, ഫഹദ് ഫാസിലും വടിവേലും. രണ്ടുപേരുടെയും നല്ല പെർഫോമൻസാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലെയും ഈ സിനിമയുടെ ഒരു ഫിലോസഫിയുടെ ഒക്കെ രക്ഷിച്ചെടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു മടുപ്പിനെ അല്ലെങ്കിൽ അതൊക്കെ എന്നിലുണ്ടാക്കിയൊരു നിരാശയെ രക്ഷിച്ചെടുക്കുന്നത് ഇവരുടെ രണ്ടുപേരെയും പെർഫോമൻസാണ്, എസ്പെഷ്യലി വടിവേലുവിൻ്റെ. ഫഹദിനെ സംബന്ധിച്ചിടത്തോളം ഫഹദിൻ്റെ മുൻപുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ മാനറിസംസൊക്കെ വീണ്ടും അതേപോലെ കടന്നു വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. പ്രത്യേകിച്ചും വേട്ടയ്യാനിൽ അദ്ദേഹം ചെയ്ത ആ ക്യാരക്ടറിൻ്റെ, ബാറ്ററി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മാനറിസങ്ങളോ എന്തൊക്കെയോ ചില പെരുമാറ്റ രീതികളോ ഒക്കെ തന്നെ ഈ ക്യാരക്ടറിലേക്കും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഫഹദിൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ മുൻ ക്യാരക്ടേഴ്സിനെ തന്നെ അനുകരിക്കുന്നതായിട്ട് ചില സ്ഥലങ്ങൾ അനുഭവപ്പെട്ടെങ്കിൽ പോലും ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ കണ്ടിരിക്കുന്നത് അവസാനം വരെ. ഇപ്പോൾ ഒരു റോഡ് ട്രിപ്പിൻ്റെ സാധ്യതകൾ ഉണ്ടായിട്ടും തമിഴ്നാട് പോലെയുള്ള ഒരു ഭൂപ്രദേശത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ജിയോഗ്രഫിക്കൽ സാധ്യതകൾ, കൾച്ചറലായിട്ടുള്ള അതിൻ്റെ സാധ്യതകൾ, അതൊക്കെ ക്യാരക്ടേഴ്സിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യുന്നില്ല. സിനിമയിൽ ഈ പറഞ്ഞ പോലെ കുറേ റോഡിലൂടെ ചുമ്മാ വണ്ടി ഇങ്ങനെ പോകുന്നു, സ്കൂട്ടർ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ അതിലപ്പുറത്തോട്ട് റോഡ് ട്രിപ്പിൻ്റെ സാധ്യതകളെയും ഇവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. വളരെ രസമുള്ള, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൺ ലൈനറായിരുന്നു. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറുന്നു, ആ വീട്ടിലൊരു അൽഷൈമേഴ്സ് രോഗിയെ കാണുന്നു, അയാളെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് അയാളിൽ നിന്നും പണം അടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ള താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മുൻനിർത്തി ഇയാളെയും കൊണ്ട് ഈ കള്ളനൊരു യാത്ര പോകുന്നു. അതിൻ്റെ ഇടയിൽ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി വരുന്ന ഒരു ബന്ധമാണ് ഈ സിനിമ എങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് എലമെൻറ്റ് നമ്മൾ മലയാള സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സിനിമ എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. അപ്പം അതുപോലെ ഒരു സിനിമയെ, അതുപോലെ ഒരു കഥയെ എന്തുകൊണ്ടോ അവർക്കൊരു സിനിമയാക്കി മാറ്റാൻ പറ്റിയില്ല. പകരം അതിനെ നമ്മൾ ഇത്രയും കാലം കണ്ടും മടുത്ത ഒരു ടിപ്പിക്കൽ ഒരു ക്ലീഷേ ട്രോപ്പിലേക്ക് കൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ സിനിമ ഭയങ്കര സ്ലഗ്ഗിഷാണ് തുടക്കത്തിൽ എന്ന് പലരും പറയുന്നുണ്ട്. എനിക്കത് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. കാരണം അങ്ങനെ തുടങ്ങേണ്ട ഒരു സിനിമയാണ്. പക്ഷേ പതുക്കെ ആ സിനിമയുടെ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ ഗ്രോ ചെയ്ത് വന്നിരുന്നെങ്കിൽ ആ സ്ലഗ്ഗിഷ്നെസ് നമുക്ക് അനുഭവപ്പെടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു റൈറ്റിംഗ് ഈ സിനിമയ്ക്കില്ല. അതാണ് ഈ സിനിമയുടെ പോരായ്മ. രണ്ടാമത് ഈ പറയുന്ന പോലെ ആ സിനിമ തുടങ്ങിയതായിട്ട് പകുതി എത്തുമ്പോൾ ആ സിനിമ വേറെ എന്തൊക്കെയോ ഒരു സിനിമയായിട്ട് നമ്മൾ മാറിപ്പോയി. അപ്പം ആ അർത്ഥത്തിൽ എനിക്ക് ഈ സിനിമ ഉണ്ടാക്കിയൊരു ഫീലിംഗ് അതാണ്. പിന്നെ സിനിമയുടെ അഭിനയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആക്ടിങ് ആയിരുന്നു എന്നുള്ളതാണ് ഈ സിനിമ സേവ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുമാണ് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്, അത് ഈ പഴയ തമിഴ് പാട്ടുകളുടെ ഒരു നൊസ്റ്റാൾജിയൊക്കെ നമ്മൾ ഉണർത്തുന്ന ഒരു മ്യൂസിക് ഉണ്ട്. പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഞാൻ എൻജോയ് ചെയ്തു.
പിന്നെ എന്താ സിനിമാറ്റോഗ്രാഫി, നല്ല ലൊക്കേഷൻസ്, ഈ തമിഴ്നാടിൻ്റെ ജോഗ്രഫിയൊക്കെ കാണുന്ന ലൊക്കേഷൻസ്, ആ അർത്ഥത്തിൽ സിനിമാറ്റോഗ്രാഫി ഓക്കെ എന്ന് പറയാം. അതല്ലാതെ ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതർവൈസ് സിനിമ ഒരു തീരെ മോശം സിനിമാനുഭവമാണോ അല്ലയോ എന്നുള്ളൊരു വേർഡിക്റ്റിന് ഞാൻ നിൽക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഇങ്ങനെ ഒരു നിരാശ ഉണ്ടാക്കി. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. താങ്ക് യു.